നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. രാവിലെ റൂമിലെ ബെഡിലായി ഇരിക്കുകയാണ് നീയ. കൈകാൽ തമ്മിൽ ഇടയ്ക്ക് കോർക്കുകയും കഴിക്കുകയും ചെയ്യുന്നുണ്ട്. റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന ആൽഫി കാണുന്നത് എന്തോ ചിന്തയിലായി ടെൻഷൻ അടിച്ചിരിക്കുന്ന പെണ്ണിനെയാണ്. കുഞ്ഞിപ്പെണ്ണ് ബെഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളെയും ആൽഫി കണ്ണുവെട്ടാതെ നോക്കി. ആൽഫിയുടെ കാലുകൾ അവർക്കരികിലേക്ക് നടന്നു. എന്നാൽ ചിന്തയിലായിരുന്ന നീ ആൽഫി വന്നതോ അവൾക്കടുത്തേക്ക് ഇരുന്നതോ ഒന്നും അറിഞ്ഞില്ല. നീയയുടെ ഉള്ളിലെല്ലാം സാറാമ എന്ന് വരുന്നതായിരുന്നു. ഇത്രയും അടുത്തായി താനിരുന്നിട്ടും അറിയാതെ ഇരിക്കുന്നവളെ കാണുകയും അവനിൽ കുറുമ്പ് നിറഞ്ഞു. അവളുടെ കാതിലായ ആൽഫി പതിയൊന്നുകൂടി. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ നീ ഇന്ന് കുളിർന്നു പോയി. അവളുടെ അടഞ്ഞ മിഴികൾ പതിയെ തുറന്നതും തൻ്റെ നീലക്കണ്ണുകളിൽ മുഴുവൻ കുസൃതി ഒളിപ്പിച്ച് ചിരിയോടെ മുന്നിലിരിക്കുന്നവനെ കാണെ അവളുടെ കണ്ണുകൾ പിടഞ്ഞു. എന്തൊരു ഇരിപ്പാടി പെണ്ണേത്! ഈ കണക്കിന് നിന്നാരെങ്കിലും പൊക്കിക്കൊണ്ട് പോയ പോലും നീ അറിയില്ലല്ലോ. കളിയാക്കി ചിരിയോടെ ആൽഫി ചോദിച്ചതും പെണ്ണിന്റെ ചുണ്ടുകൾ കൂർത്തു. ഒന്ന് പോയിച്ച കളിയാക്കാതെ. ഞാനിവിടെ സാറമ്മ വരുന്നതൊത്ത് ടെൻഷൻ അടിച്ചിരിക്കുവോ? അപ്പോഴാ എക്സ്പയർ ആയ കോമഡി അടിച്ചുകൊണ്ട് വന്നേക്കുന്നേ. ഒന്ന് പോയേ. പരിഭവത്താൽ വീർത്തു പോയ കവളുമായി അവൻ്റെ നെഞ്ചിലൊന്ന് തള്ളി നീ. എൻ്റെ പെണ്ണെ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. പിന്നെ പെട്ടെന്നൊരു പോസിറ്റീവ് റിയാക്ഷൻ പപ്പയിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. അത് ഞാൻ മുമ്പ് പറഞ്ഞല്ലേ. ആൽഫി പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ സാറമ്മ പറഞ്ഞറിഞ്ഞ ഇരുവരുടെയും ജീവിതമായിരുന്നു. അപ്പോ പാപ്പക്ക് സാറമ്മയോടുള്ള ദേഷ്യം ഒരിക്കലും മാറില്ലേച്ചാ? അവൻ്റെ വാക്കുകളിൽ അവളിൽ വീണ്ടും വിഷമം നിറഞ്ഞു. ആ നോക്കാം, എല്ലാം ശരിയാകും നീ. അതിനെൻ്റെ പെണ്ണിന് ടെൻഷൻ അടിക്കണ്ട. ശരി, ടെൻഷൻ അടിക്കുന്നില്ല, പകരം സിക്സർ അടിക്കാം, മതിയോ? വീണ്ടും ഓരോന്ന് ആലോചിക്കാൻ നീയുടെ ഉള്ളിൽ ടെൻഷൻ നിറഞ്ഞു. അത് അരിശമായി പുറത്തേക്ക് വന്നു. അത് പറഞ്ഞ് ബെഡിൽ നിന്ന് എഴുന്നേറ്റവളുടെ കയ്യിൽ പിടിമുറുക്കി ആൽഫി മുന്നിലേക്ക് വലിച്ചു. ആൽഫിയുടെ ശക്തിയിൽ നീ ആൽഫിയുടെ മടിയിലിരുന്നു. സിക്സർ ഒന്നും അടിക്കണ്ട, പകരം. മടിയിലായിരിക്കുന്നവളുടെ മുഖത്തിലൂടെ ആൽഫിയുടെ മിഴികൾ കുറുമ്പോട് അലഞ്ഞു നടന്നു. ഇജോ വേണ്ട, ആരെങ്കിലും. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അവളിൽ വിറയിൽ പടർന്നു. ആരും വരില്ല, ഇനി വന്നാലും ഐ ഡോണ്ട് കെയർ. അതും പറഞ്ഞവൻ മുഖം അവളുടെ ചെഞ്ചുണ്ടിലേക്ക് കുരുത്തു. തൻ്റെ ചുടികളെ സ്വന്തമാക്കിയവൻ അറിയാതെ നീയുടെ മിഴികൾ കൂമ്പിയടഞ്ഞു. അവളുടെ കൈകൾ അവനിൽ വലയം തീർത്തു. അവൻ്റെ കൈകളും ആ പെണ്ണിനെ പൊതിഞ്ഞു പിടിച്ചു. പപ്പി! പെട്ടെന്ന് കേട്ട കുഞ്ഞിപ്പെണ്ണിന്റെ അലർച്ചയിലാണ് ഇരുവരും ബോധത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നീ ആൽഫി അവളിൽ നിന്നും തള്ളി മാറ്റി ആൽഫിയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് മാറി. കർത്താവേ, എൻ്റെ ഈ കുരുപ്പായിരുന്നു. തിരിഞ്ഞു നോക്കി ആൽഫി നീയെയും കാണുന്നത് ബെഡിൽ എഴുന്നേറ്റിരുന്ന് കുഞ്ഞിക്കൈകൾ രണ്ടും ചുരുട്ടി കവളുകൾ വീർപ്പിച്ച് കുഞ്ഞു നീല കണ്ണുകളാൽ തങ്ങളെ രൂക്ഷമായി നോക്കുന്ന കുഞ്ഞിപ്പെണ്ണിയാണ്. പാപ്പയ്ക്ക് വീർപ്പിച്ച് കെട്ടിയ കവളിൽ മുഴുവൻ ദേഷ്യം പിടിച്ച് കുഞ്ഞിപ്പെണ്ണ് അവനോട് ചോദിച്ചത് കേട്ടതും നീയെ വാപ്പുതി ചിരിച്ചുപോയി. അയ്യോ, അപ്പയുടെ പൊന്നെ എഴുന്നേറ്റോ? അപ്പൊ കണ്ടില്ല മുത്തേ എന്നും പറഞ്ഞ് ആൽഫി ബെഡിലേക്ക് ഇരുന്ന് കുഞ്ഞിനെ എടുത്ത് പിടിച്ചു. അപ്പോഴും കുറുമ്പിയുടെ മുഖം തെളിഞ്ഞില്ല. അപ്പൊ എന്നെ കാണില്ലല്ലോ, അമ്മയല്ലേ കായിനെ, ഇനിയൊരു മിന്തണ്ട. കള്ളിപ്പണ്ണ ദേഷ്യത്തോടെ വീണ്ടും പറഞ്ഞതും അവൻ തലക്ക് കൈ കൊടുത്ത് നീയെ നോക്കി. അവൾ ഞാനില്ലേ എന്നും പറഞ്ഞ് ഇരു കൈകളും മലർത്തി കാണിച്ചു. നീയെ കൈയൊഴിഞ്ഞെന്ന് കണ്ടതും അവൻ കുഞ്ഞിയെ നെഞ്ചിലേക്ക് എടുത്ത് പിടിച്ച് ഓരോന്ന് പറഞ്ഞ് പെണ്ണെ മയപ്പെടുത്താൻ നോക്കി. അപ്പൻ്റെയും മോളിലെയും ആ സംസാരമെല്ലാം കണ്ട് ചിരിയോടെ നീയെയും അവിടെ നിന്നു. കാറ് കുരിശുമുറ്റത്തെ വീടിന് മുറ്റത്തേക്ക് നിർത്തിയതും ശിവ അടുത്തിരിക്കുന്ന സാറമ്മയെ നോക്കി. കണ്ണുകൾ ഇറുകി അടച്ചാണ് ഇരിപ്പ്. ചുരുട്ടി പിടിച്ചിരിക്കുന്ന കൈകൾ നന്നായി വിറക്കുന്നതും കാണാം. ടെൻഷൻ അടിച്ചാണ് ഇരിക്കുന്നതെന്ന് അവന് മനസ്സിലായി. സാറമ്മേ! പതി അവരുടെ തോളിൽ കൈവച്ച് ശിവ വിളിച്ചതും ഞെട്ടലോടെ സാർ അവരെ നോക്കി. പേടിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒന്ന് കരുതിയിരുന്നു അമ്മ. ഇപ്പൊ വീൽ ചെയറിലാണേലും പണ്ടത്തെ പുലിയാണെന്ന് കേട്ടില്ലേ? അവൻ്റെ അല്ലേ അപ്പൻ. കളിച്ചിരിയോടെ ശിവ പറഞ്ഞത്. പേടിക്കണം മോനെ, ഞാൻ തെറ്റ് ചെയ്തവളാ ഞാൻ. ആ മനസ്സിനെ തച്ചുടച്ചതാ ഞാൻ ഒരിക്കൽ. ഈ ചായൻ്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല. എങ്കിലും ഈ സമസ്യ എനിക്ക് അംഗീകരിച്ചേ പറ്റൂ, എൻ്റെ മക്കൾക്ക് വേണ്ടി. മുഖമൊന്ന് ആഞ്ഞു തുടച്ച് സാറ പറഞ്ഞു നിർത്തിയതും ശിവയുടെ കയ്യിൽ മുറുകെ പിടിച്ച് കൂടെ ഉണ്ടെന്ന് പോലെ. കാറിന്റെ ശബ്ദം കേട്ട എബ്രഹാം ആളിലിരുന്നൊന്ന് തിരിഞ്ഞ് പുറത്തേക്ക് നോക്കി. പെട്ടെന്ന് എന്തൊരു വല്ലാത്ത വികാരം അയാളെ പൊതിഞ്ഞു. പുറത്തേക്ക് നോക്കിയപ്പോൾ ആരെയോ കാത്തുന്ന പോലെ കണ്ണുകൾ തുടിച്ചു. അയാൾ പതിയെ തൻ്റെ വീൽ ചെയർ മൂവ് ചെയ്തു. ഫ്രണ്ട് വാതിലിന് മുന്നിലേക്ക് ചെന്നു. നീയുടെയും ആന്റിയെയും കൊണ്ട് ശിവ വരുന്നുമെന്ന് പറഞ്ഞത് കൊണ്ട് അവരായിരിക്കും വന്നതെന്ന് അയാൾ ഊഹിച്ചിരുന്നു.
എന്നാൽ പതിവിന് വിപരീതമായി ആരെയോ കാണാൻ തുടങ്ങും പോലെ അയാൾക്ക് തോന്നി. അല്ല, നീ മാത്രമേ ഉള്ളൂടാ. നിനക്കൊപ്പം നിയമോളുടെ ആൻറ്റിയും വരുമെന്ന് പറഞ്ഞിട്ട് ആളെവിടെ? പുറത്തുനിന്ന് ഫ്രണ്ടിലേക്ക് കയറി വരുന്ന ശിവയെ കണ്ട് എബ്രഹാം ചിരിയോടെ തിരക്കി. അതിന് ഞാൻ ഒറ്റക്കാണെന്ന് ആരാ പറഞ്ഞേ? കൂടെ വന്ന ആളിതാ എൻ്റെ ഒപ്പമുണ്ടല്ലോ. ചിരിയോടെ ശിവ പറഞ്ഞതും എന്നിട്ട് എവിടെയാ ചോദിക്കുമ്പോൾ എന്തെന്നറിയാത്തൊരാകാംക്ഷയുണ്ടായിരുന്നു എബ്രഹാമിൽ. അമ്മേ വാ. തനിക്ക് സൈഡിലേക്ക് തലചരിച്ച് ചിരിയോടെ ശിവ വിളിച്ചതും ആ വലിയ തൂണിന്റെ മറവിൽ നിന്നും അവർ പുറത്തേക്ക് വന്നു. ശിവയുടെ അടുത്തായി നിന്ന് ആളെ കണ്ടതും എബ്രഹാമിന്റെ കണ്ണുകൾ പിടർന്നു. സാറ! അയാളുടെ ചുണ്ടുകൾ ഞെട്ടലോടെ ചലിച്ചു. അത്രയും നേരം ചിരിയോടെ നിന്ന് അയാളുടെ മുഖം ഞൊടി നേരം കൊണ്ട് മാറി. ആ മുഖത്ത് അവിടെ കോപം നിറയാൻ തുടങ്ങി. വിറച്ചുകൊണ്ട് ശിവക്കടുത്ത് നിന്ന് സാറ ഒന്നേ നോക്കിയുള്ള എബ്രഹാമിനെ. വീൽ ചെയറിലിരിക്കുന്ന അയാളെ കണ്ടതും സഹിക്കാൻ കഴിയാതെ വിഷമത്തിലും കുറ്റബോധത്തിലും അവിടെ തല താണു. കോപം കൊണ്ട് വിറക്കുന്ന എബ്രഹാമിന്റെ മുഖം കാണി ശിവയും ഒരു നിമിഷം ഒന്ന് പതറി. ഇവളെന്താ ഇവിടെ? അവർക്ക് നേരെ കൈ ചൂണ്ടി ദേഷ്യത്തോടെ എബ്രഹാം ചോദിച്ചു തുടങ്ങിയതും ചായമേ എന്ന് കൊഞ്ചിക്കൊണ്ടുള്ള കുഞ്ഞിപ്പെണ്ണിന്റെ വിളി അവിടെ ഉയർന്നു കേട്ടു. എബ്രഹാമും സാറയും ശിവയും വിളി കേട്ടിടത്തേക്ക് നോക്കിയതും കണ്ടു തന്റെ കുഞ്ഞിക്കാലുകൾ കൊണ്ട് തെറിച്ച് ഓടി വരുന്ന കുറുമ്പിയെ. അവൾക്ക് പിറകിലായി ആൽഫിയും നീയുണ്ട്. ചാരുമേ! കുഞ്ഞു ഓടി വന്ന് സാറക്ക് മുന്നിൽ നിന്നതും മുത്തേ എന്നും പറഞ്ഞ് അടുത്ത നിമിഷം സാർ അവളെ ഭാര്യ കയ്യിലേക്ക് കോരിയെടുത്ത് പിടിച്ചു. അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു. ഇത്രയും നാൾ മോളെ കാണാത്തതിനെ മുഴുവൻ കടവും വീട്ടുകയായിരുന്നു സാറേപ്പോൾ. കുഞ്ഞിനെ കണ്ടതും എബ്രഹാമിന്റെ മുഖം പെട്ടെന്ന് അയഞ്ഞു. കുഞ്ഞിപ്പെണ്ണെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ലാളിക്കുന്ന സാറയെ കണ്ടതും ഒരു നിമിഷത്തേക്ക് പഴയതും മറന്നയാൾ ആ കാഴ്ച നോക്കി നിന്നു. അപ്പോഴേക്കും നീ ഓടിച്ചെന്ന് സാറക്ക് അടുത്തേക്ക് ചെന്നു. പപ്പ! അവൾ പെട്ടെന്ന് എബ്രഹാമിനെ വിളിച്ചപ്പോഴാണ് അയാളും സാറയും ഒരുമിച്ച് ഞെട്ടി നോക്കി. പപ്പ, ഇതെന്റെ സാറമ്മ. സാറയെ ചേർത്ത് പിടിച്ച് അയാളോട് നീയോ പറഞ്ഞു. ആ ശരി. അവരിൽ നിന്നും പെട്ടെന്ന് മുഖം മാറ്റി ഒരു പതർച്ചയോടെ പറഞ്ഞിട്ട് എന്നാ ഞാനൊന്ന് കിടക്കട്ടെ. അവരാരെയും ഒന്നും നോക്കാതെ തന്റെ വീൽ ചെയർ തിരിച്ചു എബ്രഹാം. പാപ്പ, എന്താ പപ്പ പെട്ടെന്ന് കിടക്കാൻ പോകുന്നേ? ആർ യു ഓക്കെ? ആൽഫി ചോദിച്ചു. യാ, ഐ ആം ഫൈൻ, ജസ്റ്റ് നത്തിങ്. ഒന്ന് കിടക്കാൻ തോന്നി, അത്രയേ ഉള്ളൂ. അവനെ നോക്കി ചെറുതായി ചിരിച്ച് കാണിച്ച് എബ്രഹാം തന്റെ റൂമിലേക്ക് പോയി. ഇത് പ്രതീക്ഷിതമായതുകൊണ്ട് തന്നെ ആൽഫി പിന്നൊന്നും ചോദിച്ചില്ല. പപ്പ പോകുന്നത് കണ്ട് നീ ടെൻഷനോട് ആൽഫിയെ നോക്കിയതും അവൻ കണ്ണുകൾ കൊണ്ട് ഒന്നുമില്ല എന്ന പോലെ കണ്ണ് ചിമ്മി കാണിച്ചു. ഞാൻ പറഞ്ഞതല്ലേ മക്കളെ, ഞാൻ വരുന്നില്ലെന്ന്. കണ്ടില്ലേ ഈ ചായനൊന്നും മിണ്ടാതെ പോയെ? ദേഷ്യാവും എന്നോട്. സാറ മുഖം കുനിച്ച് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ അമ്മ ഇപ്പോഴെങ്ങനെ തോറ്റുപോവാണോ? ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു? പാപ്പ മിണ്ടാതെ പോയതാണോ അമ്മയുടെ വിഷമം? കുറച്ച് കഴിയട്ടെ, ആ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും. അപ്പൊ ഇനി എനിക്കൊന്നും കേൾക്കണമെന്ന് പറഞ്ഞ് കരയരുതേ. സാറയെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് ആൽഫി കളിയോടെ പറഞ്ഞതും സാറ ചിരിച്ചുപോയി. സാറമ്മ കാര്യവാ, ഇനി അകത്തോട്ട് കയറിയിട്ട് ബാക്കി. നീ അവരെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. അപ്പോഴാണ് അനുവും അങ്ങോട്ട് എത്തിയത്. സാറാനിക്ക് എന്നെ മനസ്സിലായോ? ചിരിയോട് അനു അവരോട് ചോദിച്ചു. അവളുടെ ശബ്ദം കേട്ടപ്പോഴേ സാറയുടെ കണ്ണുകൾ വിടർന്നിരുന്നു. അനു! സാറ പുഞ്ചിരിയോട് അവളുടെ കവളിൽ കൈവച്ചു. മുഖച്ചായ സൂസിയെ പോലെയാണെങ്കിലും എബ്രഹാമിന്റെ കണ്ണുകളാണ് അനുവിന്. സാറ അവളെ കണ്ണു നിറച്ച് കണ്ടു. അനുവിന്റെയും കണ്ണു നിറഞ്ഞിരുന്നു. സാറ അനുവിനെ പിടിക്കുന്നത് കണ്ട ആൽഫിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. തൻ്റെ അനിയത്തിക്ക് ഇന്നോളം കിട്ടാത്ത അമ്മയുടെ സ്നേഹം ഇനി ആവോളം കിട്ടുമെന്ന് അവൻ അറിയാമായിരുന്നു. തലേ രാത്രിയിലെ സംഗമത്തിന് ശേഷം ഫ്രഷായി ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതും അവൻ കണ്ടു ബെഡിലിരിക്കുന്നവളെ. ബെഡ്ഷീറ്റ് കൊണ്ട് മാറുവരെ മറച്ചു പിടിച്ച് ബെഡിന്റെ സെറ്റിയിൽ ചാരി ആലോചനയോടിരിക്കുന്നു ക്രിസ്റ്റീന. ആൽഫിക്ക് കൊടുക്കാനുള്ള ക്യാഷ് കിട്ടിയില്ലേ? പിന്നെന്താ നീ ആലോചിക്കുന്നേ? അവൻ ചോദിക്കുന്നത് കേട്ടതും അവൾ അവനൊന്ന് കൂർപ്പിച്ച് നോക്കി. പണം നീ തന്നതല്ലല്ലോ, ഞാനായിട്ട് ഉണ്ടാക്കിയതല്ലേ? അവൾ ദേഷ്യത്തോട് അവനോട് തിരിച്ചു ചോദിച്ചു. സമ്മതിച്ചു, പണം നീ തന്നെ ഉണ്ടാക്കിയത് തന്നെയാണ്. ഞാനെടുത്ത പണം തിരികെ തരില്ലെന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് കുറച്ച് ടൈം വേണമെന്നല്ലേ പറഞ്ഞത്? ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾക്ക് അടുത്തേക്ക് വന്നിരുന്നു അവൻ. എനിക്കിനിയും ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലടാ. നീയെ ആൽഫിച്ചാനൊപ്പം കാണുന്ന ഓരോ നിമിഷവും എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ഞാനിവിടെ നിന്റെ വീട്ടിൽ നിൽക്കട്ടെ? വാട്ട്? നോ, അത് പറ്റില്ല. അവനൊരു ഞെട്ടലോടെ പറഞ്ഞു. എന്തുകൊണ്ട് പറ്റില്ല?
ക്രിസ്റ്റീനയുടെ നെറ്റി ചുളിഞ്ഞു. എടി ഇടിയറ്റ്, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ ഇപ്പം ആ വീട്ടിൽ അവർക്കൊപ്പം നിൽക്കുന്നതാ നല്ലത്. ആൽഫിയെ നീയെയും പിരിക്കാൻ ഏറ്റവും സൗകര്യം. അതെങ്ങനെയെന്നുള്ള മാർഗമൊക്കെ ഞാൻ പറഞ്ഞു തരാം, നീ അതുപോലെ ചെയ്താൽ മതി. അല്ല, ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ആൽഫിച്ചാൻ അറിയില്ലേ? അറിഞ്ഞാൽ പിന്നെ എന്നെ വെച്ചേക്കില്ല. ഓർത്തതും അവളുടെ വിറയിലുണ്ടായി. അതിന് നീയാണ് ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. ആ വീട്ടിൽ അനുവില്ലേ? പണ്ട് നീയോട് അനുവും ആ ചതി ചെയ്തതല്ലേ? അത് വീണ്ടും ആവർത്തിച്ച് നീ വരുത്തി തീർക്കണം, മനസ്സിലായോ? അവൻ പറഞ്ഞത് കേട്ടതും അവളുടെ ചിരി വിരിഞ്ഞു. ശരിയാണ്, നീയും അനുവും തമ്മിൽ ഇപ്പോഴും വലിയ അടുപ്പമൊന്നുമില്ല. അപ്പോൾ നീയെക്കിട്ട് പണി കൊടുത്ത് അത് അനുവിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ എളുപ്പമാവും, അവൾ ഓർത്തു. അല്ല എടാ, അപ്പൊ ആ കൊച്ചോ, അതിൻ്റെ കാര്യവും? പെട്ടെന്ന് ഓർത്ത പോലെ ക്രിസ്റ്റീന ചോദിച്ചു. ആദ്യം ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? ആ കുഞ്ഞാണ് ആൽഫിയെയും നീയെയും ഒന്നിപ്പിക്കുന്നത്. നീയെ തളർത്താനും ആ കുഞ്ഞിനെ തന്നെ ഉപയോഗിക്കണം. എങ്ങനെ? സിമ്പിൾ. പച്ച മലയാളത്തിൽ പറഞ്ഞ പേടിച്ചുണ്ടായ കുഞ്ഞല്ലേ അത്. ആ പേര് പോരെ നീയെ തകർക്കാൻ? ഒരു പരിഹാസ ചിരിയോടെ അവൻ പറഞ്ഞതും അവളുടെ മുഖവും വിടണം. ക്രിസ്റ്റീനയുടെ മുഖത്ത് ചിരി കണ്ട് തൻ്റെ കാര്യം ഏറ്റെന്ന് അവന് മനസ്സിലായി. എനിക്ക് നീയെ കിട്ടാനുള്ള ഏക തടസ്സമാ കുഞ്ഞ്. ഇനി അതിൻ്റെ കാര്യം ഇവൾ നോക്കിക്കോളും. ഗൂഢമായ ചിരിയോടവൻ ഉള്ളിലും മുഴങ്ങി.